ഇത് എത്ര ഇട്ടിട്ട് വളം തീർന്നല്ല ചെടിക്കുന്ന ഒരു പുഷി അല്ലല്ലേ. ഭയങ്കര ചൂട് തന്നെയല്ലേ. നീ ആ ചെറുക്കൻ്റെ വൈകുന്നേരം വളം മേടിക്കാൻ പോകുന്നു. മനോരണ്ണ നിങ്ങൾ നാളെ പറഞ്ഞില്ലേ നിങ്ങൾ മോക്കൊരു ചെറുക്കൻ നോക്കണമെന്ന്. നല്ല കണ്ടുവന്നെ വന്നിട്ട് നമുക്കങ്ങ് ആലോചിച്ചാലാ. നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ അവർക്ക് കുറച്ച് ഡിമാൻഡ് ഒക്കെ ഉണ്ട്. അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടി. അതുകൊണ്ട് കൂടിയ വൈക്കും കീറിയ വേണ്ടി ഉള്ള ചെറുക്കന്മാരെ തന്നെ എന്റെ ഉള്ളത്. അതല്ല രമണ, ചെറുക്കനെ വിജയനെ കണക്ക് തന്നെ ഇരിക്കുമെന്ന്. അത് ആ ഇക്കിളി വിജയനാ, ആ മൂങ്ങാന്ന് പറഞ്ഞ കണക്കാ. അയ്യേ, ഇക്കിളി വിജയനല്ല, സിനിമാ നടൻ വിജയ്. ഓ അങ്ങനെ. അത് നടക്കൂല മനോരണ്ണ. അതെന്ത്? അതെ, എന്റെ അറിവിൽ വിജയ് രമ ഇരട്ട വെച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെ കണക്ക് കിട്ടാൻ ഒരു വഴിയുമില്ല. അതൊന്നും നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കാം. പിന്നെ ഒരു 3-4 പേരെ കാണുന്ന ചെറുക്ക ഒറ്റയ്ക്ക് അടിച്ച് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജയിലിൽ നിന്ന് കുട്ടിയെ ഇറക്കിയാലേ. അതൊന്നും വേണ്ട. നല്ലപോലെ പാട്ട് വന്ന ഒരു ചെറുക്ക എന്റെ ഉണ്ട്. സിനിമയിലാണോ? എങ്കിൽ അതിനെ നോക്കാം. അല്ല, ട്രെയിനില് വയറ്റിലടിയും പാട്ടും എങ്ങനെയായാലും 10-2000 രൂപ ഉണ്ടാക്കും. ഞങ്ങൾക്ക് ചേരേം ചെയ്യും. അല്ല രമണ, നിന്റെ അമ്മാവൻ മരിച്ചിട്ട് 5-6 കൊല്ലമായില്ലേ. ഈ യേശുദാസ് നമുക്ക് അങ്ങോട്ടും പോയാലാ.